ഭക്തനായിട്ട് നിന്നപ്പോൾ ശ്രീരാമന്റെ വിശ്വസ്തരായിരിക്കുന്ന ഹനുമാനി ആ ഭക്തി കൊണ്ട് ഉണ്ടായ മോക്ഷം ഫലമാണ്. ഭക്തി മോക്ഷത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. അതുപോലെ ഇത് 9 വിധത്തിൽ ഭക്തിമാർഗങ്ങളെ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ ഇപ്പോഴത്തെ വീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഭക്തി ഈ കേൾക്കുന്നവർക്ക് ഉണ്ടാവുന്നു. ഇതാണ് ഭക്തിമാർഗം എന്നാണ് ആചാര്യനായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. എളുപ്പമുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ ഭക്തി കച്ചവടമായി മാറുന്ന പുതിയ കാലം. ഭക്തിയുടെ പേരിൽ ഒരുപാട് നമ്മുടെ വാർത്തകളിൽ ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകൾ, ഒരുപാട് വെട്ടിപ്പുകൾ, ഒരുപാട് ദൈവത്തിന്റെ പേരിലൊക്കെ നടക്കുന്ന ഒരുപാട് ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഭക്തിയാണെങ്കിൽ പോലും ഈ കപടമായിരിക്കുന്ന ഭക്തിയുടെ ലോകത്ത് ഇതുപോലെയുള്ള ഈ മാർഗങ്ങളാണ് യഥാർത്ഥ ഭക്തിമാർഗം എന്നാണ് ആചാര്യനായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി തന്നെയാണ്. നിങ്ങളെ പാലിക്കട്ടെ. ശേഖരത്തിങ്കൽ പ്രളയസത്തുകളായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ മായൂരീകൃതം ചെയ്യപ്പെട്ടത് മായൂരീകൃത ശേഖരം ശീർഷം തരാം. മായൂരീകൃത ശേഖര പ്രവിലസത്തുകളായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ ഏറ്റവും വിലസിക്കുന്നത് ശോഭിക്കാം. ഗുണങ്ങൾ ബുദ്ധിഗുരുവായവൾ അലങ്കരിക്കാം, ശോഭിക്കാം, മനോഹര നാളവരങ്ങളോടുകൂടിയവൾ ശിവങ്ങൾ മൈപ്പീൽ കണ്ടുവൾ നാളങ്ങളോടുകൂടിയവൾ വലയങ്ങൾ ശിവങ്ങൾ മൈപ്പീൽ കണ്ടുവൾ വന്യപ്രസൂരങ്ങളെ കൊണ്ട് ഉദ്ധരിക്കുന്നവൾ വന്യപ്രസൂരങ്ങൾ വനസുമങ്ങൾ
ഉജ്ജ്വലിക്കാം ശോഭിക്കാം നാഗേന്ദ്രാവിധം നാഗേന്ദ്രന്മാരെ കൊണ്ട് ആയിരങ്ങളായിരിക്കുന്ന കുണ്ടലങ്ങളും രസത്തോടായിരിക്കുന്ന ഗോപുരങ്ങളും സുരത്തോടായിരിക്കുന്ന കാലുകളോടും കൂടിയവൾ നാഗേന്ദ്രന്മാരെ സർപ്പശ്രേഷ്ഠന്മാരെ ആഹിതം ചെയ്യപ്പെട്ടവ കുണ്ടലങ്ങൾ കർണാഭരണങ്ങൾ അങ്കദങ്ങൾ തോളങ്ങൾ രസത്ത് രസിക്കുന്നവർ രസിക്കാതോരിക്കാൻ കാഞ്ചി കരഞ്ഞാണ് സ്വരത്ത് സ്ഫുരിക്കുന്നത് മൂപുരങ്ങൾ കാച്ചിരമ്പുകൾ ഗൃഹീതമായിരിക്കുന്ന ശബരീവേഷത്തോടു കൂടിയവൾ ഗൃഹീതം ഗ്രഹിക്കപ്പെട്ടത് ശബരീവേഷം ശ്രീവേഷം പ്രമാണമാകുന്ന അംശത്തോടു കൂടിയവൾ പ്രമാണം കളി അംശുകം വസ്ത്രം പാലിക്കാരക്ഷിക്ക ഓ ഏറ്റവും തിളങ്ങുന്ന പ്രകാശിക്കുന്ന മനോഹരമായ ഉണ്ണിക്കുരുമാരെ കൊണ്ട് മാലയായി മൈപ്പിൽ കുട്ടികളാണ് ഉണ്ണിക്കുരുമാരെ കൊണ്ട് മാല കുട്ടികൾ മാലയായിട്ടുള്ളതാണ് മനോഹരയാണ് അതിസുന്ദരിയാണ് ഈ ശിഖിപിണ്ടങ്ങളെ കൊണ്ട് തന്നെ വലയങ്ങളാക്കിയിട്ടുണ്ട് ദേവിയുടെ വളകൾ ദേവിയുടെ വളകൾ ശിഖിപിണ്ടങ്ങളാണ് ശിഖിപിണ്ടങ്ങൾ മൈപ്പിയിൽ തണ്ടുകൊണ്ടാണ് ദേവി വളകളാക്കിയിട്ടുള്ളത് വന്യപ്രസവങ്ങളെ കൊണ്ട് ജ്വലിക്കുന്നതാണ് ദേവി ഈ കാട്ടിലെ പൂക്കളുണ്ടല്ലോ ഈ കാട്ടിലെ പൂക്കൾ കൊണ്ടാണ് ദേവി ശരീരത്തെ അലങ്കരിച്ചിരിക്കുന്നത് വന്യപ്രസൂഹജ്വല പോരാ ദേവിക്ക് എന്തുണ്ട് ദേവിക്ക് അരഞ്ഞാണുണ്ട് കാഞ്ചിയുണ്ട് ദേവിക്ക് എന്തുണ്ട് കാഞ്ചിരമുണ്ട് ദേവിക്ക് എന്തുണ്ട് അങ്കദങ്ങളുണ്ട് കോടകളുണ്ട് ദേവിക്ക് എന്തുണ്ട് അനുബന്ധമാരുണ്ട് ദേവിക്ക് എന്തുണ്ട് ഈ തലമുടി വില്ലും എന്താണ് നാഗേന്ദ്രാഹിരം ഈ നാഗേന്ദ്രന്മാർ കാമ്പിനെ കൊണ്ടാണ് ദേവി മാലയായി കൂടിയതും ഈ കയ്യിൽ കുത്തിയതും അരക്ക് കുത്തിയതും ആഭരണങ്ങളാക്കി നാഗേന്ദ്രാഹിരം കരുണാഭരണം പിന്നെ നാഗേന്ദ്രാഹിരം അംഗത തോരണം നാഗേന്ദ്ര കാഞ്ചി അരഞ്ഞാൻ അത് പാമ്പൻ ദേവിയുടെ അരഞ്ഞാണം പാമ്പാണ് കാഞ്ചീപുരം മുമ്പുര കാഴ്ചക്കും ദേവിയുടെ കാഴ്ചക്കും പാമ്പാണ് പാമ്പിനെ കൊണ്ട് നാഗേന്ദ്രാഹിരം കാഞ്ചീപുരം മുമ്പുര അങ്ങനെയുള്ള ദേവി ഈ ദേവി പ്രമാണാംശിയാണ് പ്രമാണം തളി ഈ തളിയിലുണ്ടല്ലോ ഈ ചെടിയുടെ ഇലയുടെ ഇല മുറുക്ക് വരുന്നതിന് മുമ്പുള്ള ആ തളിയിലുണ്ടല്ലോ ആ തളിര് കൊണ്ടാണ് ദേവി വസ്ത്രമാക്കിയത് ദേവി വസ്ത്രം ധരിക്കുന്നത്
തളിരുകൊണ്ടാണ്. അങ്ങനെ ഈ തളിര് കൊണ്ട് വസ്ത്രം ധരിച്ച് പിന്നെ പാമ്പുകളെ കൊണ്ട് ആവരണം ഉണ്ടാക്കി, മൈപ്പിൽ തളി കൊണ്ട് വയറുണ്ടാക്കി, മൈപ്പിൽ കൂടി ഈ പൂക്കളെല്ലാം കൊണ്ട് ആവരണം പിന്നെ ശരീരം അലങ്കരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഈ ദേവിയെ തൊഴിലായിരിക്കുന്ന ഒരു കാട്ട് ആദിവാസി രൂപത്തിലുള്ള ഭാവത്തിലുള്ള പിന്നെ കാട്ടിൽ ദേവി തൊഴിലാവസ്ഥയാണ്. തൊഴിലാദേവി അങ്ങനെ ഒരു അവസ്ഥയാണ്. ഒരു കാട്ടിൽ വേഷത്തിന്റെ രൂപത്തിലാണ് ദേവി ഇപ്പോൾ ഉള്ളത്. ആ ദേവിയാണ് ഞാൻ സൂചിച്ചത്. കാട്ടാള വേഷം ധരിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ദേവി ഈ ഒരു വേഷം കൊണ്ടത്? പാമ്പ് കൊണ്ട് മാലാക്കി നമ്മുടെ ദേവിമാരുടെ ചിത്രം, ദേവന്മാരുടെ ചിത്രം കാണുന്നത് ശിവനെ ഒഴിച്ച്, ദേവന്മാര് ശിവനെ ഒഴിച്ച് ബാക്കിയുള്ള ദേവിമാരെല്ലാം ശിവരൂപം കാണാമല്ലോ. ആ വേഷഭൂഷാദികളെ കൊണ്ട് സ്വർണ്ണാഭരണം വിഭൂഷിതമായിട്ടുള്ള ദേവിയാണ് കാണുന്നത്. ആ സ്ഥാനത്താണ് പാർവതി ഇങ്ങനെ ഒരു വേഷം ധരിച്ചത്. അത് ശൈവന്മാരുടെ ദേവതയാണ്. അപ്പോൾ ഈ ശൈവ ദേവതയാണ് ആയിട്ടാണ് ആ ദേവിയെ തുടിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ, ഈ ശിവനും അതേ രീതിയിലാണ് ജീവിക്കുന്നത്. അയാൾക്കൊന്നുമില്ല. ശിവൻ ആരെയുന്നുള്ളത് തന്നെ അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണുള്ളത്. ഭസ്മം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായി. ഭസ്മം രുദ്രാക്ഷമാല ജലമകുടമതിൽ വിസ്മയം പൂണ്ട പാമ്പു ഗംഗാ കുംഭായ ദീപം വിരവട് ധൃതരായി സർവലോകയെ ചലിച്ചു. ഭിക്ഷാന്നം താ നശിച്ചു. ഭിക്ഷയെടുത്തിട്ടാണ് വീട്. ഭിക്ഷാന്നം താ നശിച്ചു. വിരവട് ധൃതി സന്തായ നക്തം ശ്മശാനെ കാളിയാസാമനെ വിളിച്ചു. കരുതൽ സ്ഥലമില്ല. ശ്മശാനവാസിയാണ്. കാളിയാസാമനെ വിളിച്ചു. വിരവട് അയാളെന്നെ പറയാണ്, ഞാൻ ഇതിനായി കണ്ടിട്ടുള്ള വർക്ക് ഏകദേശം ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇല്ലാത്ത ഒരാളാണ് ശിവനാണ്. ഒരു പാവന്മാരുടെ ദേവനാണ് ശിവൻ. വസ്ത്രമായിട്ട് ധരിക്കുന്നത്. അപ്പൊ വസ്ത്രത്തിന് പോലും ഗതിയില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ശിവൻ. അപ്പൊ നമ്മൾ വളരെ പ്രതിഷ്ഠിതമായിട്ടുണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോ ആ ശൈവപ്രതിഷ്ഠയൊക്കെ അങ്ങനെയുള്ള പ്രതിഷ്ഠയാണ് ഉള്ളത്. അപ്പോ നമ്മുടെ ഭൂഷണത്തോടു കൂടിയുള്ള ശിവനല്ല, സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ശിവനാണ് നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ശിവന്റെ ആ പരമ്പരയിലുള്ള ഒരു ദേവതയാണ് ദുർഗാദേവി. ആ ദുർഗാദേവി അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും എല്ലാത്തിനും പറ്റുന്നവരാണ്. ആ രീതിയിലാണ് ശരീരം വളർച്ച സ്ത്രീയാണ്. സ്ത്രീകൾ ശരീരമാണ് എല്ലാം ശരീരത്തിൽ പുഷ്പങ്ങളാണ്. കയ്യിൽ പാമ്പാണ്. ശരീരം മൊത്തം കയ്യിലെ തന്തയിൽ പാമ്പ്, കഴുത്തിൽ പാമ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രൂപം സാധാരണ ശിവന്റെ ഒരു ഇതായിട്ടാണ് ഇപ്പോൾ സങ്കല്പിക്കുന്നത്. ആ ശൈവ ദേവനാണ്, ആ ശൈവ ദേവിയാണ് എന്ന് ഈ അടയാളങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ ദേവിക്ക് ഈ പറയുന്ന ആഭരണങ്ങളെല്ലാം ചാർത്തി കൊടുക്കുമ്പോൾ നമ്മൾ വായനക്കാരന് അല്ലെങ്കിൽ ആസ്വാദകന് കിട്ടുന്ന കുറെ സന്ദേശങ്ങളുണ്ട് കവി നൽകുന്നത്. അത് ഒന്ന്, ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ശക്തിയാണ്. ഈ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുടെ ഈശ്വരന്റെ അംശങ്ങളാണ് എന്നല്ലേ നമ്മൾ പറയുന്നത്. എല്ലാം പ്രകൃതിയെല്ലാം നാളത്തെ ആരാധിക്കുന്നു. നാളെ നാളാരാധനയുണ്ട്. പാമ്പിനെ എന്തിനു നമ്മൾ ആരാധിക്കുന്നു?
അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ്സിരിക്കുക. അപ്പോ അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ പരമേശ്വരൻ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി ആ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയം ശ്രീ പരമേശ്വരൻ ഈ കാട്ടാള വേഷം ധരിച്ചിട്ട് ഒരു കാട്ടാളനായിട്ടാണ് അപ്പൊ കാട്ടാള വേഷം ധരിച്ച ശ്രീ പരമേശ്വരന്റെ സഞ്ചരിക്കുന്ന സമയത്ത് തന്റെ പത്നിയായിരിക്കുന്ന ദേവി പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് അങ്ങയുടെ. അപ്പൊ ശിവന് അറിയാം അർജുനൻ തപസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ തപസ്സാണെന്നും അർജുനന് പാശുപതാസ്ത്രം കൊടുക്കേണ്ടതാണെന്നും ആ പാശുപതാസ്ത്രത്തിന് എത്രമാത്രം വിധേയനാണ്, എത്രമാത്രം അർഹനാണ് അർജുനനെന്ന് അറിയുമ്പോൾ തന്നെ ഒന്നുകൂടി പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിന് വിധേയനായിട്ട് ശ്രീ പരമേശ്വരൻ കാണാൻ വേണ്ടി പോവുകയാണ്, പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരീക്ഷണ സമയത്ത് ശ്രീ പരമേശ്വരൻ നടക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, ഞാനും കൂടെ വരുന്നത്. കാരണം ഭാര്യ സമേത എപ്പോഴും ഭാര്യാഭർത്തൃ സമേത ഒരു വലിയ സന്ദേശം നൽകുന്നതാണല്ലോ പാർവതി പരമേശ്വര സംയോഗം നമുക്ക് ലോകത്ത് നൽകുന്നത്. അങ്ങനെ ശിവന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ പാർവതി എന്ത് ചെയ്യുന്നു? പരമേശ്വരൻ പറഞ്ഞു, നീ വരേണ്ടതും ഈ പറയുന്ന വേഷത്തിൽ തന്നെയാണ്. ഏത്? ഈ കാട്ടാള വേഷത്തിൽ തന്നെയാണ്. കാട്ടാള വേഷത്തിൽ പോയാൽ മാത്രമേ അവിടെ പരീക്ഷണത്തിന് വിധേയമാക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ പരമശിവന്റെ കൂടെ പാശുപതാസ്ത്ര പരീക്ഷണത്തിന് വേണ്ടി ശിവൻ പോകുന്ന സമയത്ത് വേഷം ധരിച്ച വേഷത്തെയാണ് ഈ പറയുന്ന ഈ രൂപത്തിലുള്ള വേഷം എന്നാണ് അതിന്റെ പശ്ചാത്തലം. നമ്മൾ ആ രീതിയിലാണ് സാധാരണ മനുഷ്യരെ പോലെ ആദിവാസികളെയും മാറ്റി ബ്രഹ്മവസ്താത് സത്യമിഥ്യാത്വയോഗാദി വേദാഃ ബ്രഹ്മപ്രതീതി നിഗമനിഗളിതഃ സ്വാനുഭൂത്യാഃ ഉപപത്യാഃ അമദ്യാഃ ഏകാനുബന്ധാത് ഭവതീപദേ അപരാ സാച്ച സർവാത്മകത്വാദേ ഏകാനുബന്ധാതി ഭവതി തദേ അപരാഃ ആത്മാനപ്രതീതി പ്രഥമം അഭിവിതാ